ഗായ്സ്, രാവിലെ ജിമ്മിൽ പോയ വഴിയാണ് ഞങ്ങളെ സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ആ സ്ഥലം നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ചുമ്മാ ഒരു കണ്ടൻ്റൊന്നുമില്ല, നിങ്ങളങ്ങനെ കാണുകയും ചെയ്യരുത്. ഇതിപ്പോൾ നമുക്കിവിടെ ഇപ്പം സെറ്റ് ചെയ്തതാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഈ വോൾട്ടേജ് കുറവായതുകൊണ്ട് ഇവിടെ ഇപ്പം സെറ്റ് ചെയ്ത എന്താ ട്രാൻസ്ഫോമറാണ്. ഇവിടെ ഒത്തിരി സൈഡിലൊത്തിരി മരങ്ങളുണ്ടായിരുന്നു, അതെല്ലാം വെട്ടിമാറ്റി. പിന്നെ രാവിലെ എന്താണ് പരിപാടി? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഞാൻ രാവിലെ ജിമ്മിലൊക്കെ പോയിട്ട് അങ്ങനെ നടക്കുന്നു. ഇതൊക്കെ ഇപ്പോൾ വന്ന വീടുകളാണ് ഇവിടെ. അതൊക്കെ ആദ്യം ഇവിടെ ഞങ്ങൾ പണ്ട് ഒരു ഗ്രൗണ്ടായിരുന്നു, ഇവിടെ ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന ഗ്രൗണ്ടാണ്. അവിടെ ഇപ്പം അതിൻ്റെ ഓണർ വിറ്റു. ഇപ്പം കംപ്ലീറ്റ് വില്ലകളാണ് മൊത്തം. ഞാൻ വന്ന വഴി കുറച്ചും കൂടെ പോകണം. എൻ്റെ വീട് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, കാണിച്ചു തരാം. ഇവിടെ ഞങ്ങളൊരു മാമ ഉണ്ടായിരുന്നേ, പുള്ളി മരിച്ചുപോയി. ഓക്കെ, അത് നമ്മളെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ചേട്ടനും ചേച്ചിയാണ്. കുറച്ചുണ്ട് കിടക്കാൻ. ഇതൊരു പഴയ വീടാണ്, ഞങ്ങളെ ചെറുപ്പകാലത്തേക്ക് ഉള്ള വീടായത്. ഇപ്പോൾ ഇവിടെ ആൾത്താമസമൊന്നുമില്ല. ഇടയ്ക്ക് ഹിന്ദിക്കാരന്മാർക്ക് വാടകയ്ക്ക് കൊടുത്ത് അവന്മാരത് ഡ്രോയിങ് ബുക്കാക്കി വീട് കംപ്ലീറ്റ് പാക്ക് ചവച്ച് തുപ്പിയും അങ്ങനെ കുറേ ഒത്തിരി ഹിന്ദിക്കാരുണ്ടായിരുന്നു. പിന്നെ അവന്മാരെ അങ്ങ് മാറ്റി ഇപ്പം വീട് ഇപ്പം എന്താ ആൾത്താമസമല്ലാതെ ഇടിഞ്ഞ് കിടക്കുക. പച്ചക്കട്ട, പണ്ട് ഈ ചെളിയിലുണ്ടാക്കുമല്ലോ കട്ട, ആ കട്ടയിട്ട് കിട്ടിയ വീടാത്. ഇതൊക്കെ ഇപ്പോൾ വന്ന വീടുകളാണ്. നമ്മളെ ഏരിയയിൽ എന്തെങ്കിലും തണലുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. കാരണം ഇവിടെ ഈ മഹാനി ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ തണലുള്ള. ഞാൻ ഒത്തിരി ദൂരം നടന്നു വരിക, കാരണം നല്ല ആക്സിഡൻ്റായി വണ്ടി ഓടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം നടന്നാണ് വരുന്നത്. നിങ്ങളെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എൻ്റെ കണ്ണിലിട്ട് കുത്തി കൊടുക്കണം. പിന്നെ ഷെയർ ചെയ്യണേ. ഞാൻ പറയാം, ഇതിലൊരു കണ്ടൻ്റൊന്നുമില്ല, വെറുതെ ഒരു വീഡിയോ. പിന്നെ ഞാൻ അവിടെ കയറി, ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് ചപ്പാത്തി വാങ്ങാൻ കയറിയപ്പോൾ അവിടെ ഒരു ചെടി നിന്നു, ഇലച്ചെടി. ഞാൻ അതിൻ്റെ ഒരു കമ്പ് ഒടിച്ച്, വൈഫിന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒരു കമ്പ് ഒടിച്ചു അങ്ങനെ നടക്കുകയാണ്. പിന്നെ എൻ്റെ പുതിയ വണ്ടി CC-ക്കാരെടുത്തുകൊണ്ട് പോയേ. എൻ്റെ പഴയ വണ്ടി കാണിച്ചു തരാം. അതിപ്പം അളിയനെ ഓട്ടിക്കുന്ന പഴയ വണ്ടി ഇരിക്കുന്നതാണ് എൻ്റെ പഴയ പടക്കുതിര. പക്ഷെ അതിപ്പോൾ അളിയനെ ഓട്ടിക്കുന്നത്. നമ്മളെ സ്ഥലത്തോട്ട് വണ്ടികളൊന്നും പോകില്ല. ബൈക്ക് കയറിപ്പോവും, കാറ് അങ്ങനെയൊന്നും, ഓട്ടോയോ അങ്ങനെയൊന്നും കയറിപ്പോവില്ല. കണ്ടോ, ഇതാണ് വഴി. ഇത് ഇപ്പോൾ കോൺക്രീറ്റ് ഇട്ടിക്കുക. ഈ പാർട്ടിക്കാരെല്ലാം കൂടെ ചേർന്ന് നമുക്കിവിടെ ചെയ്തു തന്നതാണ്. LDF സർക്കാർ ചെയ്തു തന്നതാണ്. ഈ റോഡ് ഉള്ള വഴി അവർ കോൺക്രീറ്റ് ചെയ്ത്
തന്നു. മറ്റത് ഇടിഞ്ഞും പൊളിഞ്ഞും വെള്ളവും കെട്ടിക്കിടന്ന് നാശമായി കിടന്ന റോഡാണ്. ഇപ്പോൾ അവർ എല്ലാം കോൺക്രീറ്റ് ചെയ്തു. ചെറിയ വഴിയാണെങ്കിലും കോൺക്രീറ്റ് ചെയ്ത് തന്നു. ഇപ്പം ചെളി ചവിട്ടാതെ നടക്കാം. ഇവിടുത്തെ മുമ്പ് കോൺഗ്രസ്സാണ്, അവരൊന്നും ചെയ്യത്തില്ല. നമുക്കിപ്പം ഇവിടെ ലൈറ്റിൻ്റെ പ്രശ്നമായിരുന്നാലും വെള്ളത്തിൻ്റെ പ്രശ്നമായിരുന്നാലും ഇല്ല. ആൻറ്റി ഓ ഇല്ലല്ലോ, ഉണ്ട് വീട്ടിലുണ്ട്. രാവിലെ ജിമ്മിൽ പോയിട്ട് വരുന്നേ. അല്ലല്ല, ജിമ്മിൽ പോയിട്ട് വരണേ. പോട്ടാ. അങ്ങനെ ഞാൻ രാവിലെ ജിമ്മിൽ പോയിട്ട് വരുമ്പം ഇവിടെ എല്ലാവരും ഉണരും. അപ്പോൾ അവർ വിചാരിച്ച് ഞാൻ നൈറ്റ് ജോലിക്ക് കഴിഞ്ഞ് വരുന്നതാണെന്ന്. ഇതൊക്കെ ഇവിടെയൊക്കെ ഭയങ്കര മോശമായിട്ട് റോഡായിരുന്നു. ഇതെല്ലാം ചെയ്തു തന്നു. ഈ കാണുന്നതാണ് എൻ്റെ വീട് ഷീറ്റിട്ടത്. എല്ലാവരും നമ്മൾ ഉറങ്ങുമ്പോഴൊക്കെ രാത്രി 12 മണി 1 മണി അപ്പോഴാണ് എല്ലാവരും കിടക്കുന്നതേ ഉള്ളെന്ന് തോന്നുന്നു. ലൈറ്റ് ബേബി, ലൈറ്റ് ഓഫ് യു. കുഞ്ഞാപ്പി മോനെ ബാക്ക് സൈഡ്. കുഞ്ഞാപ്പിയേ വാ വാ വാ, ഓടി 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 ഓടി. എന്ത് പറഞ്ഞില്ലേ ഗൈസ്? ഇത് സഹോദരിയുടെ വീടാണ് ഗൈസ്. ബാ വാടാ ചട്ടമ്പി. ഇതാണ് ഇവിടുത്തെ നമ്മളെ സെലിബ്രിറ്റി. ഡൈ വാടാ ഇങ്ങോട്ടെ. ചിന്നമ്മ എവിടെ? രാവിലെ ഉറക്കണീറ്റിരിക്കുക ഗൈസ്. ഇതാണ് വീട്. അമ്മോ. ഓക്കെ ബായ്, അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ബെല്ലിലിട്ട് കുത്തി കൊടുക്കൂ.